വളരെ സന്തോഷം. നമ്മൾ ഇന്ന് 90ാമത് മെറ്റാ-ആർമി ഡിസ്കഷൻ ഗ്രൂപ്പിന്റെ മീറ്റിംഗിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. നമുക്കൊരു 128 പാർട്ടിസിപ്പൻസ് നമുക്കുണ്ട്. നമ്മൾ തുടങ്ങിയത് ഒരു 17-20 ആൾക്കാരെ വെച്ചിട്ടാണ്. 90 മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു 10-20 മീറ്റിംഗ് കഴിഞ്ഞ പോലെയല്ല പിന്നീടുള്ള ഓരോ മീറ്റിങ്ങുകളും കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഒരുപാട് ആളുകൾ അവരുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുന്ന കണ്ടുകൊണ്ടാണ് പിന്നെ ഓരോ മാസങ്ങളും നമ്മൾ കടന്നു പോകുന്നത്. നമ്മളെ സംബന്ധിച്ച് ഇതൊരു ചെറിയ ഗ്രൂപ്പാണ്. ഒരു 150 പേരിൽ താഴെ എന്ന മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ഒരു ചെറിയൊരു ഗ്രൂപ്പാണ്. എന്ന് വെച്ചാൽ സാധാരണ ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ അതുപോലെ ഒരു വലിയൊരു ബിസിനസ് ഗ്രൂപ്പിൽ ഈ ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ നമ്പറാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ നമ്പറാണ്. കാരണം ഈ ഇൻഡസ്ട്രീനെ മനസ്സിലാക്കിയ കുറച്ചാളുകളാണ് നമ്മൾ. കഴിഞ്ഞ 6 വർഷമായി എൻ്റെ പേര് പറഞ്ഞ അശോകൻ ആണ്. ഞാൻ മൈസൂരാണ് താമസിക്കുന്നത്. ഞാൻ കഴിഞ്ഞ 6 വർഷമായിട്ട് ഈ PVC മെറ്റാ പേർവിൻ പ്രൊജക്ട് ചെയ്യുന്ന ഈ പ്രസ്ഥാനത്തിനുമായി ബന്ധപ്പെട്ട് സജീവമായി വർക്ക് ചെയ്യുന്നവരാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. വിത്ത് ഫാമിലി, എൻ്റെ മകനും എന്നോടൊപ്പം സദാ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസിലാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ക്രിപ്റ്റോ കറൻസി ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു കുറച്ച് കാലങ്ങൾ 5-8 വർഷങ്ങളായിട്ട് ഞാൻ ക്രിപ്റ്റോ ഇൻഡസ്ട്രിയിൽ ട്രേഡിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഞാൻ ആദ്യം പല പ്ലാറ്റ്ഫോമിൽ ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് ഞാൻ ബിനാൻസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ സജീവമായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനു മുമ്പ് 14 വർഷം സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് ചെയ്തിരുന്നു. ക്രിപ്റ്റോ കറൻസിക്ക് ഈ ട്രേഡിങ്ങിന് വരുന്നതിന് മുമ്പ് ഞാൻ ഡിസ്ട്രിബ്യൂഷൻ ഫീൽഡിലായിരുന്നു വർക്ക് ചെയ്തത്. ഞങ്ങൾ പാരമ്പര്യമായിട്ട് തുണി ബിസിനസ്സും അതുപോലെ VIP ലഗേജ് പോലത്തെ കമ്പനികൾ ഡിസ്ട്രിബ്യൂഷൻ ഫീൽഡിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ നമ്മളെ സംബന്ധിച്ച് വളരെ വലിയ സന്തോഷം തരുന്ന കാര്യം നമ്മൾ കുറച്ച് ആളുകളെ ഉള്ളൂ എന്നുള്ളതാണ്. കാരണം നമുക്ക് കുറെ ആളുകളെ സക്സസ്ഫുൾ ആക്കി എടുക്കുന്ന കുറച്ച് സമയമെടുക്കും, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മെറ്റാ-ആർമിനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് നമ്പർ ആയതുകൊണ്ട് തന്നെ 100% സക്സസ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞ സ്ലോഗനോട് കൂടിയായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിൽ നല്ലൊരു ഭാഗം ആളുകൾ നല്ല വരുമാനം എന്ന് എടുക്കുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷം 4 വർഷം 5 വർഷമൊക്കെ നമ്മളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന പല ആളുകളും പ്രതിമാസം ലക്ഷങ്ങൾ വരുമാനം അവരുടെ അക്കൗണ്ടിൽ വാങ്ങിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് പേർവിൽ PVC മെറ്റീരിയൽ വരുമാനം ഉണ്ട്, അത് നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നാണ് നിങ്ങൾ പുറത്ത് മാർക്കറ്റിൽ കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഗ്രൂപ്പിനകത്ത് 100% ആളുകൾ അവരുടെ വരുമാനം എടുത്ത് അവർക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി 85% വരെ എല്ലാ മാസവും തുടർച്ചയായിട്ട് എടുത്തുകൊണ്ട് പ്രൂവ് ചെയ്തുകൊണ്ട് സക്സസ്ഫുൾ ആയിക്കൊണ്ടുവരുന്ന ഒരു ഗ്രൂപ്പ്, ഒരു ടീം, ഒരു ലീഡേഴ്സ് ഗ്രൂപ്പാണ് PVC മെറ്റയില് നമ്മളെ മെറ്റാ-ആർമി എന്ന് പറയുന്ന ഈ ഓർഗനൈസേഷൻ. ഇന്ന് നമുക്കതിന് 2 ഓഫീസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ഓഫീസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യക്ക് പുറത്തുള്ള മറ്റ് രാജ്യങ്ങളിൽ അതുപോലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ വരുന്ന ഇമെയിലുകൾക്ക് ആൻസർ കൊടുക്കുക, അതുപോലെ ഓൺലൈനായിട്ട് വരുന്ന പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, പുതിയ ആളുകൾക്ക് വിദേശ രാജ്യത്ത് വരുന്നുണ്ട് അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി 2 ഓൺലൈൻ ഓഫീസ് ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും വർക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ തന്നെ അൽദാസ് സാറ് പറഞ്ഞു നമുക്ക് വേൾഡ് വൈഡ് ആയിട്ട് ഈ അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിൻ കൊടുക്കുന്ന വേൾഡിലെ നമ്പർ 1 കമ്പനികൾ എന്ന് വേണം പറയാം. ആദ്യത്തെ 1ാം സ്ഥാനത്തല്ല, 3 തുടങ്ങി അതായത് ആദ്യത്തെ 10 സ്ഥാനത്ത് നിൽക്കുന്ന 3 കമ്പനികളായിട്ട് നമ്മൾ ടൈപ്പുണ്ട്. വേൾഡ് വൈഡ് ആയിട്ട് ഇങ്ങനെയുള്ള ക്രിപ്റ്റോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്യാമ്പയിൻസ്, അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിൻ ചെയ്യുന്ന 3 കമ്പനികളുമായിട്ട് നമ്മൾ ടൈപ്പുണ്ട്. അതുപോലെ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഒരാളെടുക്കുന്ന തീരുമാനം ചിലപ്പോൾ പാളിപ്പോകാം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളെ ഗ്രൂപ്പിലെ ലീഡേഴ്സ് കൂടാതെ നമുക്ക് ഈ ഒരു മേഖലയിൽ പ്രത്യേകിച്ച് ക്രിപ്റ്റോ ഇൻഡസ്ട്രിയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുടെ ഒരു അഡ്വൈസറി ബോർഡ് നമുക്ക് ഹെൽപ്പ് ചെയ്യാനുണ്ട്. അത് വളരെ വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ അതിലൂടെയാണ് കൂടുതൽ കാര്യങ്ങൾ നമ്മളിപ്പോൾ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഈ 90 മീറ്റിങ്ങുകൾ കടക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 20ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ബിസിനസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 130 രാജ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ആഡ് പ്രൊമോഷൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. നിരവധി ആളുകൾ കാണുന്നുണ്ട്. അവരുടെ കാര്യങ്ങൾ മെയിൽ വഴി പല ആൾക്കാരെ അറിയിക്കുന്നുണ്ട്. പല ആളും ട്രേഡിങ്ങിന് വേണ്ടി ഒന്ന് തുറന്നു തരുന്ന അപ്പോൾ ഞങ്ങൾ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ പ്രോസസ്സിൽ കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്.
അതുപോലെ നമുക്ക് ഇന്റർനാഷണൽ ഈ ആഡ് ക്യാമ്പയിൻ 3 കമ്പനികൾ ചെയ്യുന്നു നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇനി വരുന്ന ഭാവിയിൽ വലിയ വലിയ പ്രോഗ്രാം, പ്രത്യേകിച്ച് ഈ എക്സിബിഷൻ പോലെയുള്ള പ്രോഗ്രാം, അതുപോലെ നമ്മൾ പാംഫ്ലെറ്റ് കൊടുത്തുകൊണ്ടുള്ള പ്രോഗ്രാം, അതുപോലെ വലിയ കമ്പനികൾ പ്രത്യേകിച്ച് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ ഈ ബ്രോക്കേഴ്സ് തുടങ്ങിയ ആളുകളായിട്ട് പിന്നെ ഉള്ള ക്യാമ്പയിൻ, ഇങ്ങനെ നിരവധി ഇനി വരാൻ പോകുന്നുണ്ട്. അതൊക്കെ നമ്മൾ ട്രേഡിങ്ങിന് തുറക്കുന്നതിന് ബന്ധപ്പെട്ട് കാത്തു നിൽക്കുകയാണ്. നമ്മൾ ഓൾറെഡി നമ്മൾ സെറ്റാക്കി, നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട് metarmy.org, നമുക്കൊരു ആപ്പ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഗ്ലോബലി ഒരു വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ട്രേഡിങ്ങിന്റെ സമയത്ത് നമ്മൾ ഓപ്പൺ ആക്കുന്നുണ്ടാവും. ഇതിന്റെയൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വരുന്ന ഈ ആർമിയിൽ മെമ്പറാകുന്ന ആളുകൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ പൈസ കൃത്യമായി അവർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ കിട്ടുക എന്നുള്ളതാണ്. അവരുടെ വരുമാനം അവർക്ക് എപ്പോൾ വേണമെങ്കിലും ആവശ്യപ്പെട്ടാൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം. അതായത് ഒരു മാസം നല്ല കണക്കല്ല, എന്നാണ് ഒരാൾക്ക് 100 USDT അല്ലെങ്കിൽ നമ്മൾ ഒരു കമ്മീഷൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു സിസ്റ്റം പുതിയ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് തീരുമാനിച്ചാൽ അപ്പൊ തന്നെ അവർക്ക് മാറി അവർക്ക് പൈസ എടുക്കാനുള്ള ഒരു സംവിധാനം. 2, അവർ വാങ്ങിക്കുന്ന പൈസക്ക് നാളെ ലീഗലായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ, നാളെ ഗവൺമെന്റ് തലത്തിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ അവരെ അത് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ചില കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ നിരന്തരമായിട്ട് വലിയ വരുമാനം വാങ്ങിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നാൽ, ഒരു പ്രത്യേക ഘട്ടം വന്നാൽ അവർക്ക് ലോൺ കൊടുക്കാനുള്ള ഫെസിലിറ്റി, ഇങ്ങനെ നിരവധി പരിപാടികൾ. അതുകൂടാതെ നമ്മളെ സംബന്ധിച്ച് നമ്മളിൽ വരുന്ന ഫാമിലിയിലെ കുട്ടികൾക്കും അല്ലെങ്കിൽ ഇത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ ഈ ക്രിപ്റ്റോ ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടും ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ടും എമർജിങ് ആയിട്ട് വരുന്ന പുതിയ ടെക്നോളജികളെ കുറിച്ചുള്ള വലിയ ഒരു അക്കാഡമി തന്നെ, അതായത് പഠിപ്പിക്കുന്ന ഓൺലൈൻ അക്കാഡമി തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രോഗ്രാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ കഴിഞ്ഞ ഈ 90 മീറ്റിംഗ് നടക്കുന്നതിനോടൊപ്പം നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമുക്കറിയാം PVC മെറ്റയും പേൾവെയും എന്ന് പറഞ്ഞ പ്രോഗ്രാം വന്നിട്ട് 10ാമത്തെ വർഷമാണ്. പേൾവെയിൻ 2015 തുടങ്ങി 2025 10 വർഷം കംപ്ലീറ്റ് അപ്ഡേഷൻ പോയിക്കൊണ്ടേയിരുന്ന സിസ്റ്റമാണ്. ഞാൻ 2018 ലാസ്റ്റ് ജോയിൻ ചെയ്ത സമയത്ത് എന്നെ ആരും ജോയിൻ ചെയ്യിച്ചല്ല. ഞാൻ ഓൺലൈനിൽ ഞാൻ ക്രിപ്റ്റോയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം ഞാനൊരു സ്പോൺസറെ കിട്ടാൻ ബുദ്ധിമുട്ടിയ ഒരാളാണ്. അതിനുശേഷം ഞാൻ ഇതിൽ കടന്നു വന്നതിന് ശേഷം സംഭവിച്ചത്, ഞാൻ ആദ്യത്തെ 1 മാസം കഴിയുമ്പോൾ ഈ സിസ്റ്റം 3 മാസത്തേക്ക് അപ്ഡേഷൻ 90 ദിവസത്തെ ടൈമർ വെച്ചിട്ടാണ്. പഴയ ആളുകൾക്ക് അറിയാം, 90 ദിവസം സ്ക്രീൻ ഓപ്പൺ ചെയ്താൽ 90 ദിവസം അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ, ഇത്ര മിനിറ്റ്, ഇത്ര സെക്കൻഡ് എന്ന് മാത്രം ഉള്ള ഒരു ടൈമർ മാത്രം 90 ദിവസം നടന്നു. സുഹൃത്തുക്കളെ, ഞാനത് അന്ന് വെയിറ്റ് ചെയ്യാൻ കാരണം ഇങ്ങനെയുള്ള കമ്പനികൾ, ഇങ്ങനെ വരുന്ന അപ്ഡേഷൻ നമുക്ക് അനുകൂലമാണെന്ന് നമുക്കറിയാം. പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കുന്ന കാര്യം, പെട്ടെന്ന് സ്പീഡായിട്ട് പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, അപ്പൊ അത് വളരെ നല്ല കമ്പനിയാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് അടുത്ത കാലത്ത് നമുക്ക് ട്രസ്റ്റ് വാലറ്റിലും മെറ്റാമാസ്കിലും കുറച്ച് ഇഷ്യൂസ് ഉള്ളത് എല്ലാവർക്കും അറിയാം. പല ആളുകൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, സുഹൃത്തെ നമുക്ക് വേറെ 2-3 നല്ല പ്ലാറ്റ്ഫോം ഉണ്ട്, അവിടെ നിങ്ങൾ കയറി അപ്പൊ തന്നെ നമുക്ക് എല്ലാം ചെയ്ത് കിട്ടുന്നുണ്ട്. സുഹൃത്തുക്കളെ, അവിടെ സെക്യൂരിറ്റി ലെയർ കുറവുകൊണ്ടാണ്. സെക്യൂരിറ്റി ലെയർ കുറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, എല്ലാ കാര്യങ്ങളും ഫാസ്റ്റ് ആക്കാൻ പറ്റും. നമ്മളെ സംബന്ധിച്ചു, ട്രസ്റ്റ് വാലിനെ സംബന്ധിച്ചു ഒരുപാട് സെക്യൂരിറ്റി ലെയേഴ്സ് ഉണ്ട്. PVC മെറ്റലിനെ സംബന്ധിച്ചും ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. മാത്രമല്ല PVC മെറ്റൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന DP 100 ബില്യൺ DP ആണ് ഇരിക്കുന്നത്. അതിനകത്ത് ഏകദേശം 9 ലക്ഷം കോടിയുടെ DP അതിനകത്തുണ്ട്. അതിൽ നമ്മൾ PVC മെറ്റലിലേക്ക് കണക്ഷൻ ഉണ്ട്. നമുക്കറിയാം, നമുക്ക് ഓട്ടോപോൾ കിട്ടിയത് നമ്മൾ PVC മെറ്റൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിലെ കൂടി അതിന് ഹാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പല ആളുകൾക്ക് തെറ്റിദ്ധരിച്ച ഒരു കാര്യം, നമുക്ക് DP പ്രോഗ്രാം സാധാരണ ഒരു പ്രോഗ്രാമായിട്ടാണ് പല ആളുകളും. ദയവായി മനസ്സിലാക്കുക, അതും ഒരു ശരിക്കുള്ള ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ വർക്ക് ചെയ്ത ഒരു കോയിനാണ്. ബ്ലോക്ക് ചെയിനിലൂടെയാണ് അതും വർക്ക് ചെയ്തത്. ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച ഒരുപാട് ആളുകൾ നമുക്കുണ്ട്. ഞാൻ ഇതിന് ആദ്യത്തെ ഒരുപാട് ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ട്. നമ്മളെ GSTന്റെ ഹെഡ്, ഇന്ത്യയിലെ GSTന്റെ ഹെഡായിട്ടുള്ള അസിസ്റ്റന്റ് കമ്മീഷണർ ആയിട്ടുള്ള അമിതാഭ് ബച്ചൻ സാറിന്റെ ക്ലാസ് ഞാൻ പങ്കെടുത്തിരുന്നു. ചെന്നൈയിലെ ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് രവിശങ്കർ സാറ് ഇതിനെക്കുറിച്ച്, ഇതിന്റെ ലീഗാലിറ്റികളെ കുറിച്ച് പറയുന്ന ക്ലാസ്സുകൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നിരവധി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ബിസിനസ് കാര്യമായി പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയത്. എന്തായാലും അന്നെടുത്ത തീരുമാനം വളരെ വലിയൊരു തീരുമാനം. കാരണം ഇനി വരാൻ പോകുന്ന കാലത്ത് 10ാമത്തെ വർഷം നമ്മുടെ ജീവിതം മറിയാൻ പോകുന്നു, യാതൊരു സംശയമില്ല. കാരണം 2-3 കാരണങ്ങളാണ്. ഒന്ന്, ഈ ഇൻഡസ്ട്രി ഇന്ന് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ക്രിപ്റ്റോ കറൻസി ഇൻഡസ്ട്രി ഒരു ഗാംബ്ലിംഗ് പരിപാടി,
വേറെ ഒരു ചീറ്റിംഗ് ആയിട്ടുള്ള എന്തോ ഒരു പരിപാടിയാണെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചതിന് പകരം ഇതൊരു വലിയ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണെന്നും ഇതിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു, മൾട്ടി മില്യണേഴ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു, മിഡ് നൈറ്റ് മില്യണേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഇന്ന് ഷെയർ മാർക്കറ്റിനെക്കാട്ടും കൂടുതൽ ആളുകൾ അട്രാക്ട് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ക്രിപ്റ്റോ ഇൻഡസ്ട്രി എന്ന് ആളുകൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഒന്ന്. രണ്ട്, മേജർ കമ്പനികൾ ഇന്ത്യയിലുള്ള പല കമ്പനികളും ക്രിപ്റ്റോ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ട ടോക്കൺ NFT ടോക്കണിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മ വാർത്തകൾ എല്ലാ മീറ്റിങ്ങിലും പറയുന്ന പോലെ ഇന്ത്യൻ റെയിൽവേ, ജിയോ തുടങ്ങിയ കമ്പനികൾ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. മാത്രമല്ല കേരളത്തിൽ പുറത്തുള്ള പല സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റ് പല പ്രൊജക്റ്റിലും, പ്രത്യേകിച്ച് ആന്ധ്ര ഗവൺമെന്റിന്റെ അഗ്രികൾച്ചർ ഫാമിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് ബ്ലോക്ക് ചെയിനിൽ കണക്ട് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് ഒന്നും പാക്കിംഗ് മുതൽ കൾട്ടിവേഷൻ മുതൽ അതിന്റെ സീഡ് ഇടുന്നത് മുതൽ അതിന്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി നമുക്ക് അറിയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു വയലിൽ കൃഷി ചെയ്യുന്ന ഒരു സാധനം ഒരു ഷോപ്പിലെത്തി നമുക്ക് കിട്ടുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ എന്ത് നടന്നു നമുക്ക് ഒരിക്കലും അറിയില്ല. ചിലപ്പോൾ ഒരു ഓർഗാനിക് ഫാമിംഗ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ഒരു NFT വഴി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ ഫാമിന്ന് അതിന്റെ വിത്തിടുന്ന മുതൽ ആ വിത്തിന് എന്തൊക്കെ വളങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, അതിന് എത്ര വെള്ളം കൊടുത്തിട്ടുണ്ട്, അത് എപ്പോഴാണ് അത് പ്ലക്ക് ചെയ്തിരിക്കുന്നത്, എപ്പോഴാണ് പാക്ക് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ കിട്ടുന്ന രീതിയിലേക്ക് നമ്മുടെ ഈ ബ്ലോക്ക് ചെയിൻ ഇൻഡസ്ട്രി വളർന്ന സുഹൃത്തുക്കളെ. ഇതൊക്കെ നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യം. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യൻ ഗവൺമെന്റ് എടുത്തിരിക്കുന്ന പല ഡിസിഷൻസ്. ഇന്ത്യ ഗവൺമെന്റ് പോലും നമുക്ക് ഈ റുപ്പി ഇറക്കിയതായിട്ട് നമുക്കറിയാം. 2022 ലോഞ്ച് ചെയ്ത സുഹൃത്തുക്കളെ. ഈ റുപ്പി സ്റ്റാർട്ട് ചെയ്ത് 2022 അവരുടെ പൈലറ്റ് റൺ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ നമുക്കറിയാം ഇന്ന് 2025 ജനുവരി ആയി. ഇന്നും 6, 7, 8 ബാങ്കിൽ മാത്രമാണ് അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാറുള്ളത്. കാരണം എന്താ? അത് ഈ ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് തന്നെ കുറെ സമയം എടുക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് 2015 മുതലുള്ള അപ്ഡേഷൻ കംപ്ലീറ്റ് ചെയ്ത് സിസ്റ്റം 2025 കാലെടുത്ത് വെച്ചിരിക്കുന്നു. നമ്മുടെ സിസ്റ്റം നമ്മളെ നമുക്ക് ആ ഗ്രീറ്റിങ്ങോടൊപ്പം അവർ പറഞ്ഞത് ട്രേഡ് ചെയ്യാനും സാമ്പത്തികമായി ഉന്നമനത്തിലെത്താൻ പറ്റിയ ഒരു വർഷമാകട്ടെ എന്ന് അവർ നമ്മളെ വിഷ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള ഒരു ഹോപ്പും കൂടിയുണ്ട്. അതുകൂടാതെ നമുക്ക് ഇന്ന് AI ആയിട്ട് ബന്ധപ്പെട്ട് ചാറ്റ് GPT കുറിച്ച് നമുക്ക് കേട്ടിട്ടുണ്ട്. ഇന്നിപ്പോ 4 ദിവസം മുമ്പേ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. വേൾഡ് വൈഡ് പ്രത്യേകിച്ച് ഓട്ടോമേഷൻ, NFT, അതുപോലെ പിന്നെ നമ്മളെ എന്താ പറയണ്ടേ മെറ്റാവേഴ്സ്, ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഒരുപാട് പുതിയ ടെക്നോളജികൾ, പുതിയ സംരംഭങ്ങൾ എല്ലാ രാജ്യത്തും. ഇപ്പൊ അടുത്ത കാലത്ത് കഴിഞ്ഞ 4 ദിവസം മുന്നേ ഒരു ചാറ്റ് GPT പോലത്തെ ഒരു AI ബോട്ട് ചൈനയിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഘോരമായിട്ടുള്ള ചർച്ചകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. DeepSeek.com വേണമെങ്കിൽ നമുക്ക് എടുക്കാം. കാരണം ക്രിപ്റ്റോ ആയിട്ട് ബന്ധപ്പെട്ടും ലോകത്തിലെ എല്ലാത്തിനും ബന്ധപ്പെട്ടും നാളെ പേഴ്വൈനായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങൾ പഠിക്കുന്ന ഡീപ്പായിട്ടുള്ള ഇൻഫർമേഷൻ എടുത്തു തരുന്ന ഒരു വെബ്സൈറ്റ്. അത് വേണം, ആപ്പായിട്ട് ചെയ്യാം. പൈസ കൊടുത്ത് കൂടുതൽ നമുക്ക് വലിയ രീതിയിലേക്ക് ഉപയോഗപ്പെടുത്താം. നമ്മുടെ ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കാം, ട്രേഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. ഞാൻ നിരവധി കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന DeepSeek. അതുപോലെ നമുക്കറിയാം ജിയോന്റെ പുതിയ കോയിൻ ഇറക്കുന്നു. പല ആളുകളും ചോദിക്കുന്നു, ജിയോന്റെ കോയിൻ എങ്ങനെ വാങ്ങിക്കുക സാറേ, പൈസ കൊടുത്ത് നമുക്ക് വാങ്ങിച്ചാൽ? ഒരിക്കലും അങ്ങനെ കിട്ടില്ല. ജിയോന്റെ കോയിൻ നമുക്കിപ്പോ കിട്ടണമെങ്കിൽ ജിയോ സ്വന്തമായിട്ട് ഒരു സെർച്ച് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജിയോ ഫെയർ എന്നാ പേര്, വേണമെങ്കിൽ എഴുതി വെച്ചോ, GEOSPHERE. അതിൽ നമ്മൾ കയറി അതിൽ കാണുന്ന പല പ്രോഗ്രാം ഉണ്ട്. യൂട്യൂബിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാം, വാട്സപ്പിലേക്ക് നമുക്ക് പോകാം, ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്യാം. എന്തൊക്കെയാണോ ഒരു സെർച്ച് എഞ്ചിനിൽ കിട്ടുന്നത് അത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ആനുപാതികമായിട്ടുള്ള ജിയോ കോയിനാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് പറയാൻ കാരണം ഇതേ അവസരമാണ്. അത് നിങ്ങൾക്ക് ഇന്ത്യയിലാണ് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമ്മളുടെ സെർച്ച് എഞ്ചിൻ വരാൻ പോകുന്നത് ഗ്ലോബൽ സ്റ്റാൻഡേർഡിൽ ഗ്ലോബൽ ലെവലാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിൽ ആരിത് ഉപയോഗിക്കുമ്പോഴും ആരിത് ചെയ്യുമ്പോഴും അത് റെഫറൽ അടക്കം വരുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള വരുമാനം കിട്ടാൻ പോകുന്നു. വീഡിയോ കണ്ടാൽ വരുമാനം, ഗെയിം കളിച്ചാൽ വരുമാനം, ഇങ്ങനെ നിരവധി വരുമാനങ്ങൾ കാത്തിരിക്കുന്ന വർഷമാണ് ഈ 2025. ടോട്ടലി നമ്മുടെ ഗ്രൂപ്പിലെ ലീഡേഴ്സ് വളരെ എക്സൈറ്റഡ് ആണ്. കാരണം അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നതാണ് കഴിഞ്ഞ ഓരോ ആഴ്ചയിലും നമുക്കുണ്ടാവുന്ന ബിസിനസ്സിലെ പ്രോഗ്രസ് ആണ്.
പുതിയ പുതിയ കമ്മ്യൂണിറ്റി വരുന്നതാണ്. പല മാർക്കറ്റും പല വിപണിയിലും ആളുകൾ പുതിയതായിട്ട് വരുന്നതാണ്. ചെറിയ സമയം കൊണ്ട് വലിയ വലിയ അച്ചീവ്മെന്റുകൾ ഉണ്ടാക്കുന്നതാണ്. ഇതൊക്കെ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും നമ്മുടെ ടീം വളരെ ഫാസ്റ്റാണ്. ഗ്ലോബലി ഒരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഓർഗനൈസേഷനായിട്ട് മാറാൻ പോകുന്ന ഒരു ഒരു പ്രസ്ഥാനമാണ് മെറ്റാ ആർമി. കാരണം നമുക്കറിയാം കഴിഞ്ഞ 10, 30, 20, 25 വർഷമായിട്ടും ഡയറക്ട് സെല്ലിങ് നമ്മളെ കൊച്ചി കേരളത്തിൽ വളരെ സജീവമാണ്. എല്ലാ വീട്ടിലും എല്ലാ കുടുംബത്തിലും ഒരാളെങ്കിലും ഡയറക്ട് സെല്ലിങ്ങിലോ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലോ ഈവൺ ഏതെങ്കിലും റെഫറൽ മാർക്കറ്റിങ്ങിലോ ഇല്ലാത്ത ഒരു വീട് പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കഴിഞ്ഞ 30 വർഷം കൊണ്ട് നമ്മളെ കൊച്ചിക്കാരനെ മാറി. പക്ഷെ സക്സസ് റേഷ്യോ നോക്കിയാൽ തീർച്ചയായിട്ടും വേദനാജനകം എന്ന് വേണം പറയാൻ. ലക്ഷക്കണക്കിന് ആളുകൾ വരുമ്പോൾ 3, 4, 5, 10 ആളുകളാണ് വിജയിക്കുന്നത്. ഫെയിലിയർ 99% എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഫെയിലിയർ ആയിട്ട് ഇതൊരു പരാജയത്തിന്റെ ബിസിനസ്സാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ റെഫറൽ മാർക്കറ്റിംഗ് ഒരു പരാജയപ്പെടുന്ന ഒരു ബിസിനസ്സാണെന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റിമറിക്കാൻ നമ്മളെ കുറെ ആളുകളുടെ ശ്രമമാണ് മെറ്റാ ആർമി. കാരണം ലോകത്തിലെ 150 രാജ്യത്തുനിന്നും നമ്മുടെ നാട്ടിലേക്ക് നമ്മളെ വീട്ടിലേക്ക് ഫോറിൻ മണി അല്ലെങ്കിൽ നമുക്ക് ഏതാണോ കമ്പനി റിവാർഡായിട്ട് തരുന്ന ആ പണം നമ്മളെ വീട്ടിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടോ? ഇതിലെന്താണ് ഇന്നലെ ഷാജി സാർ ഇന്നലെ മീറ്റിങ്ങിൽ പറഞ്ഞതിന്റെ ഓഡിയോ ഞാൻ കേട്ടു. അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത്ര റിസ്ക് കുറഞ്ഞൊരു ബിസിനസ്, ഒരു പൊട്ടിത്തെറിക്കാത്തൊരു ബിസിനസ്, ഒരാളെ സഹായിച്ചുകൊണ്ട് അവരുടെ കുടുംബത്തിൽ ഒരു ഐശ്വര്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ബിസിനസ്, വേറെ അങ്ങനെ ഒരു ബിസിനസ് നമുക്ക് കാണിച്ചു തരാനുണ്ടോ? ഇന്ന് ബിസിനസ് ചെയ്താൽ നാളെ രാവിലെ മുതൽ നമുക്ക് പൈസ വരുമാനം, എല്ലാ ദിവസവും കൃത്യമായി വരുമാനം കിട്ടുന്ന ഒരു പ്രോഗ്രാം. എവിടെയാണ് നമുക്ക് ഇത്രയും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള കഴിഞ്ഞ 9 വർഷം കഴിഞ്ഞ് 10 വർഷമൊക്കെ കടന്ന ഏത് ബിസിനസ്സാണ് നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ടുള്ളത്? വളരെ പ്രൗഡായിട്ട് ഞാൻ പറയാം, 6 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പേഴ്സണൽ ഫോൺ ഉപയോഗിച്ച് എന്റെ പേഴ്സണൽ നമ്പർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ പേൾ ഇന്റർനാഷണൽ സ്റ്റാർട്ട് ചെയ്തത്. സുഹൃത്തുക്കളെ, ഇന്ന് ആ ഫോൺ അതേ നമ്പർ ഉപയോഗിച്ചാണ് അതിലെന്റെ കോണ്ടാക്ട്സ്, എന്റെ സുഹൃത്തുക്കളുണ്ട്, എന്റെ ബന്ധുക്കളുണ്ട്, എന്റെ ഫോറിനായി പുറത്തുള്ള രാജ്യത്തിലെ സുഹൃത്തുക്കളുണ്ട്. 5, 6 വർഷത്തിന് ശേഷം എന്നെ ഇപ്പോഴും ആ നമ്പറിൽ വിളിച്ചാൽ എനിക്ക് ആ ഫോൺ എടുക്കാൻ പറ്റും. ഇങ്ങനെ കോൺഫിഡൻസോട് കൂടി പറയാൻ പറ്റുന്ന എത്ര ഡയറക്ട് സെല്ലിംഗ് കമ്പനി നമ്മുടെ നാട്ടിലുണ്ട്. ആ നമ്പർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോണിൽ നിങ്ങൾക്ക് ഒരു റിങ് വരുമ്പോൾ സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് എടുക്കാം. കാരണം എന്താ, അതിൽ നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടൊരു കോള്, ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കോളായിരിക്കും പേഴ്വയിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, അതിന്റെ മെമ്പേഴ്സിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇത്രയും വലിയൊരു മഹത്തരമായൊരു ബിസിനസ്സാണ് നമ്മളെ ഗ്രൂപ്പ് ഷെയർ ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ് അധികം എടുക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് കാര്യം കൂടി പറയാം. ഒരു 5 മിനിറ്റ് കൂടി എനിക്ക് ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കേട്ടൊരു കാര്യം, ബിനാൻസ് ഇന്ത്യയിൽ നിന്നും മതിയാക്കിയാലെ പൂട്ടിപ്പോയി, നിർത്തി എന്ന് പല ഭാഷ ഉപയോഗിച്ചിട്ട് വളരെ മോശം രീതിയിൽ ചിത്രീകരിച്ചു ബിനാൻസ് എന്ന് പറഞ്ഞ കമ്പനിയില്. എനിക്ക് വളരെ സങ്കടം ഉണ്ടാക്കി. കാരണം ഞാൻ ബിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഒരുപാട് നേട്ടം ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ് ഞാൻ. അപ്പൊ ബിനാൻസ് അത് അവര് ജെന്യുവൻ ആയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അവർക്ക് പിയർ ടു പിയർ അനുവദിക്കാതുകൊണ്ട്, അവർക്ക് നേരിട്ട് കോയിൻ കൊടുക്കാതുകൊണ്ട് പിയർ ടു പിയർ സ്റ്റാർട്ട് ചെയ്തു. അതിലും പ്രശ്നങ്ങൾ ഉണ്ടായി. അങ്ങനെ ഒരു തരത്തിലും മുമ്പോട്ട് പോകില്ല എന്ന കണ്ടീഷൻ വരുമ്പോഴാണ് അവർ ബാൻ ചെയ്തത്. സുഹൃത്തുക്കളെ, ബിനാൻസ് എന്നുള്ള പ്രസ്ഥാനം നമ്മളായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു പ്രസ്ഥാനം. അവര് ഗവൺമെന്റ് പറയുന്ന പൈസ, പാരിതോഷികം എന്താ വേണ്ടത് അതെല്ലാം കെട്ടി മില്യൺ കണക്കിന് ഡോളർ കെട്ടിവെച്ചിട്ട് വീണ്ടും ഇങ്ങോട്ട് വന്നിരിക്കുന്നു. എന്ത് ചെയ്യാനാണ്? ബിനാൻസ് ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇന്ത്യയിൽ ഒരുപാട് കമ്പനികൾ ഇന്ന് ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ്, വാസിഡെക്സ് എല്ലാവർക്കും അറിയാം, ജിയോടെക്സ് അറിയാം, കോയിൻ DCX അങ്ങനെ അറിയാം. നിരവധി 10ഓളം എക്സ്ചേഞ്ചുകൾ ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ കമ്പനികൾ ഇന്ത്യ തുറന്നു. അപ്പോ ഇതേപോലെ ബിനാൻസ് തിരിച്ചു വന്നു. ഇന്ത്യയിൽ എന്തിനാ വന്നതെന്ന് അറിയോ? ക്രിപ്റ്റോ കറൻസി സമസ്ത മേഖലയിലും പ്രചരിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടാണ്. അന്ന് നമ്മൾ പല മീറ്റിങ്ങിലും പറഞ്ഞാണ് ബിനാൻസിന്റെ സ്വന്തം വെബ്സൈറ്റ് വഴി 10,000 ഉൽപ്പന്നങ്ങൾ സേവനങ്ങൾ അവർ പുറത്തുവിടുന്നു. അതിന്റെ അവസാന ഘട്ട വർക്കിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാണ് ബാനിങ് ഉണ്ടായത്. പിന്നീട് വീണ്ടും സിസ്റ്റം ബിനാൻസ് 10,000 പ്രൊഡക്റ്റ് ക്രിപ്റ്റോ പേയ്മെന്റിലൂടെ കൊടുക്കാനുള്ള ഗിഫ്റ്റ് കാർഡുകളടക്കം പുറത്തു കൊണ്ടുവന്നിരുന്നു. സുഹൃത്തുക്കളെ, ഞാൻ വേണം ജസ്റ്റ് എനിക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, ചില സമയത്ത് അങ്ങനെ സപ്പോർട്ട് ചെയ്യില്ല, എങ്കിലും ഞാൻ വേറൊരു ഫോണിൽ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കട്ടെ, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പ്ലീസ്.
ശ്രീകുമാർ സാർ സ്ക്രീനിൽ വരുന്നുണ്ടോ സാർ? സ്ക്രീനിൽ ആദ്യം വന്നു, ഇപ്പൊ പക്ഷെ അത് വേറെ കാണി. നോക്കട്ടെ, ഒരു മിനിറ്റ്. വരുന്നുണ്ട് അല്ലേ സാറേ? വന്നു. ബിനാൻസ് എക്സ്പ്ലോർ ദ വേൾഡ് ഓഫ് ഡിജിറ്റൽ അസറ്റ്. അപ്പോ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് പുതിയ സർവീസ് ആണ് കേട്ടോ, പുതിയ ഒരുപാട് സർവീസ്. ഇത് ബിനാൻസിന്റെ ഡയറക്റ്റ് വെബ്സൈറ്റ് ഞാൻ കയറിയതാണ്. ഒരുപാട് പുതിയ സർവീസ് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഫിനാൻഷ്യൽ കാര്യത്തിൽ, അതായത് ഇവിടെ ഒരു സെക്കൻഡ്, ഫിനാൻഷ്യൽ മാറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 2 പുതിയ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പോവാം. പക്ഷെ ഞാൻ ഇതിവിടെ കാണുന്നുണ്ട്. സ്ക്രീൻ കാണാലോ? ഓക്കെ. ഇതാ ഇവിടെ 10,000 ഗിഫ്റ്റ് കാർഡ്സ് ഞാൻ ടച്ച് ചെയ്യാൻ പോകുന്നു. 10,000 ഗിഫ്റ്റ് കാർഡുകൾ. കോയിൻ ഗേറ്റ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അത് ബിനാൻസിന്റെ തന്നെയാണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഗിഫ്റ്റ് കാർഡ്സ്, ഫ്ലിപ്കാർട്ട്, പല കമ്പനികളും കാണാൻ പറ്റും. സ്വിഗ്ഗി, മന്ത്ര, ബുക്ക് മൈ ഷോ, ബിഗ് ബാസ്ക്കറ്റ്, ഫോൺ പേ, ക്രോമ, തനിഷ്, കല്യാൺ ജ്വല്ലറി, ക്ലിയർ ടിപ്പ്, ബാസ്കിൻ റോബിൻസ്, യാത്ര, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിരവധി 10,000 പ്രസ്ഥാനത്ത് ടൈപ്പായി കഴിഞ്ഞു. ഇവിടെ നിങ്ങളിങ്ങനെ നോക്കുക, മലബാർ ഗോൾഡ്, ഓല, മോർ സൂപ്പർ മാർക്കറ്റ്, PVR സിനിമ, കല്യാൺ ജ്വല്ലറി, പാൻഡലൂൺ ഷൂ, മലബാർ ഗോൾഡ്, പീറ്റർ ഇംഗ്ലണ്ട്. ഞാൻ ഇവിടെ ടച്ച് ചെയ്ത് പീറ്റർ ഇംഗ്ലണ്ട് നിങ്ങൾ ടച്ച് ചെയ്താൽ അടുത്ത പേജിലേക്ക് പോകും. ഇത് ഇവിടെ കാണും പീറ്റർ ഇംഗ്ലണ്ട് ഗിഫ്റ്റ് കാർഡ്. പീറ്റർ ഇംഗ്ലണ്ട് ബെസ്റ്റ് ചോയ്സ് ഫോർ ആൻ എലഗൻസ് പേഴ്സൺ. ഇവിടെ നമുക്ക് ഇന്ത്യ 500 മുതൽ 5,000 കണക്കായിട്ടുള്ള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രിപ്റ്റോ വെച്ച് നമുക്ക് പേയ്മെന്റ് കൊടുത്ത് ഗിഫ്റ്റ് കാർഡ് വാങ്ങിക്കാൻ പറ്റും. ഞാൻ അടുത്ത പേജിലേക്ക് ഒന്ന് പോട്ടെ. പെപ്പർ ഫ്രൈ, വാൻ ഹുസൈൻ, ബാറ്റ, ഇതൊക്കെ ടൈപ്പ് ആയിട്ട് ഇത്രയും കമ്പനികൾ ടൈപ്പ് ഉണ്ടായി. 10,000 കമ്പനികളായിട്ട് ടൈപ്പ് ആയി കഴിഞ്ഞു ബിനാൻസ്. നിങ്ങൾ ആ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ നോക്കിയാൽ മതി. നേരിട്ട് നിങ്ങൾക്ക് ബിനാൻസിന്റെ അലോൺസള്ളി, ഡൊമിനോസ്, ടൈറ്റാൻ, മേലോട്ട് പോയി കഴിഞ്ഞാൽ റാൻസ്, ഡബ്ല്യു, പ്യൂമ, GRT ജ്വല്ലറി, സ്മാർട്ട് സൂപ്പർ മാർക്കറ്റ്, അപ്പോളോ ഫാർമസി, ഡിസ്നി, ഡിസ്കവറി, താഴോട്ടൊന്നും കൂടി പോകുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ 10,000 കമ്പനികളുടെ ഫോട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. താഴോട്ട് താജ് ഹോട്ടൽസ്, US പോളോ, ജോയ് ആലുക്കസ്, മലബാർ, ഒബ്രോയി, ജോക്കി, തനിഷ്, വുഡ്ലാൻഡ്, വെസ്റ്റ് സൈഡ്, അതായത് ഇന്റർനാഷണൽ ബ്രാൻഡ് ഇന്ത്യൻ കമ്പനികളായിട്ട് 10,000 ടൈപ്പുകൾ ഓൾറെഡി നടന്നു കഴിഞ്ഞു. ഇവിടെ ടെനിസ് കടിച്ചാൽ ഇതേപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗിഫ്റ്റ് കാർഡ്. ഇതാ ഗിഫ്റ്റ് കാർഡ് ഫ്രം കോയിൻ ഗേറ്റ് ഓഫേഴ്സ് കൺവീനിയൻസ് ഓഫ് യൂസിങ് ക്രിപ്റ്റോ കറൻസി, വിസ ഓർ മാസ്റ്റർ കാർഡ് ഇന്ത്യൻ. 2,000 മുതൽ നമുക്ക് ഗിഫ്റ്റ് കാർഡ് നമുക്ക് ലോഡ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം, ഗിഫ്റ്റായിട്ട് കൊടുക്കാം, യൂസ് ചെയ്യാൻ എളുപ്പമാണ്, കസ്റ്റമർക്ക് സന്തോഷമാണ്. ഞാൻ അടുത്തൊരു പേജിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. ഇതൊരു ഭാഗം. അടുത്ത ഭാഗം ഹോട്ട് ഡീൽസ്. ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇത് വേറൊരു കമ്പനിയാണ്. അത് കോയിൻസ് ബി എന്ന് പറഞ്ഞ കമ്പനിയാണ്. നേരത്തത് കോയിൻ ഗേറ്റ് ആണെങ്കിൽ ഇത് കോയിൻസ് ബി. ഇതൊരു വേറെ സൈറ്റാണ്. ഇവിടെയും നമുക്ക് എന്തുണ്ട്? ഒരുപാട് ടൈപ്പ് വന്നിട്ടുണ്ട് എല്ലാ മേഖലയിലും. ഏത് ഗെയിം മുതൽ ഇ-കോമേഴ്സ് മുതൽ കോയിൻ ബി. ഞാൻ അടിക്കാം, കോയിൻ ബിയിൽ അടിക്കാം. ബിനാൻസ് ഇതാ മുകളിൽ കാണുന്നുണ്ട്. ബിനാൻസ് കോയിൻ ബിയിൽ ഇതാ കോയിൻസ് ബി സെക്ടർ ഓൾ പ്രൊഡക്ട്സ്. ഞാൻ അവിടെ നിന്ന് ടച്ച് ചെയ്യുന്നു. ഓൾ പ്രൊഡക്ട്സിൽ മൊബൈൽ ഫോൺ ക്രെഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട് 11 കമ്പനികൾ, ഇ-കോമേഴ്സ് 30 കമ്പനികൾ,
ഗെയിം 39 കമ്പനി, എന്റർടൈൻമെന്റ് 40, ഫാഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ 143 കമ്പനികൾ, ഫുഡ് ആൻഡ് റെസ്റ്റോറൻറ്റ് നമുക്കറിയില്ലേ, സാധാരണ ഇപ്പൊ നമ്മളെ സൊമാറ്റോ പോലത്തെ കമ്പനികൾ ഇതാ എല്ലാം ടച്ച് ചെയ്താണ്. സ്വിഗ്ഗി, സൊമാറ്റോ, ബിഗ് ബാസ്ക്കറ്റ്, ഇങ്ങനെയുള്ള ഡൊമിനോസ്, റിലയൻസ് സ്മാർട്ട്, ലൂലു, ഇങ്ങനെയുള്ള കമ്പനികൾ, സ്റ്റാർബക്സ് പോലത്തെ വേൾഡ് ഫേമസ് കമ്പനികൾ, അതുപോലെ ഇ കൊമേഴ്സായിട്ട് ബന്ധപ്പെട്ട് 30 കമ്പനികളുണ്ട്. അതിൽ ഓൺലൈൻ ഷോപ്പിംഗ് വിത്ത് ക്രിപ്റ്റോ, ആമസോൺ, തനിഷ്, ഫ്ലിപ്കാർട്ട്, ആമസോൺ, ഇങ്ങനെയുള്ള കമ്പനികൾ എല്ലാ മേഖലയിലും ഏകദേശം ഓൾ പ്രൊഡക്റ്റ് പറഞ്ഞാൽ എന്റർടൈൻമെന്റ്, സിനിമ, അതുപോലെ നമ്മളെ DTH പോലത്തെ പ്രോഗ്രാമുകൾ ഇതാ ഇവിടെ ഇഷ്ടം പോലെ, PVR പോലെ ഇഷ്ടം പോലെ ഉണ്ട്. ഗെയിമിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാ ഗെയിം 39 ഗെയിം പ്ലാറ്റ്ഫോം. ഇവിടെയൊക്കെ നമുക്ക് ക്രിപ്റ്റോ കൊടുത്തുകൊണ്ട് നമുക്ക് ഗെയിം കളിക്കാം, റിവാർഡ് വാങ്ങിക്കാം. ഇവരുടെ റിവാർഡ് പ്രോഗ്രാം എന്താ, സ്വയം 18 ഓഫ് 39 റിസൾട്ട്, 39 റിസൾട്ടിൽ 18 എണ്ണമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാം ചെക്ക് ചെയ്ത് നോക്കാം. ഗെയിം, എന്റർടൈൻ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ, ഇലക്ട്രോണിക്സ്, ട്രാവൽ എക്സ്പീരിയൻസ്, ഇതാ 33 കമ്പനി ടൈപ്പ് ആയിട്ട് ട്രാവൽ, വിദേശത്തൊക്കെ പോകണം. താജ് ഹോട്ടൽ കണ്ടോ, ക്ലിയർ ട്രിപ്പ്, ITC ഹോട്ടൽ, മേക്ക് മൈ ട്രിപ്പ്, ഓല, യൂബർ, താജ്, നോക്ക് അത്രയും കമ്പനികൾ ടൈപ്പ് ചെയ്തു. കാരണം മില്യൺ കണക്കിന് പൈസ കൊടുത്തിട്ടാണ് ബിനാൻസ് തിരിച്ചു വന്നിരിക്കുന്നത്. മില്യൺ കണക്കിന്. ഞാൻ ഇതിൽ നിന്ന് പുറത്തു പോവുകയാണ്, ഒരു സെക്കൻഡ്.